നെക്സ്റ്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ CFG ആണ് പഠിച്ചത്. ഇത് CSG, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് വരുന്ന നോൺ ടെർമിനൽസിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെങ്കിലും കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണെങ്കിലും കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിനകത്ത് വരുന്ന ടെർമിനൽസ് സ്മോൾ ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിറ്ററൽസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കാര്യങ്ങളെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽസിനെ നോൺ ടെർമിനൽസിനെ അല്ല ടെർമിനൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റ് CFG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും വരുന്നത് നോൺ ടെർമിനൽസ് ആയിരിക്കും അല്ലേ. നോൺ ടെർമിനൽസ് ടെൻസ് ടു AS എന്നോ അല്ലെങ്കിൽ AA എന്നോ അല്ലെങ്കിൽ AB എന്നോ ഒക്കെയാണ് നമുക്ക് കറസ്പോണ്ടിങ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അതായത് ആ പ്രൊഡക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ടെർമിനൽസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ടെർമിനൽസ് വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻസ് എഴുതുന്നത്. നോൺ ടെർമിനൽസ് ഗീവ്സ് ടു ദ പ്രൊഡക്ഷൻസ്. അങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ വരുന്നത്. അതേസമയം കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ A ബീറ്റ ടെൻസ് ടു ആൽഫ X ബീറ്റ. അപ്പോൾ ഇവിടെ ഒരു ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, ഈ ആൽഫയുണ്ട്, ബീറ്റയുണ്ട്. സെയിം ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, സെയിം ആയാലും കുഴപ്പമില്ല, സെയിം ആവണം നിർബന്ധമില്ല. അതായത് ഇത് ആൽഫയും ബീറ്റയും സ്മോൾ ലെറ്റേഴ്സും എന്താണ്, സ്മോൾ ലെറ്റേഴ്സ് എന്നല്ല നമ്മൾ പറയുന്നത്. ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും A ആണെങ്കിലും നോൺ ടെർമിനൽസും അതുപോലെ ടെർമിനൽസിൻ്റെയും യൂണിയൻ എത്ര വേണമെങ്കിലും വരാം. അതുപോലെ ഇവിടുത്തെ ആൽഫ ബീറ്റ X എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോൺ ടെർമിനൽസ് യൂണിയൻ ടെർമിനൽസ് എത്തി. അതായത് രണ്ട് സൈഡും എന്ത് വരാം, ടെർമിനൽസും നോൺ ടെർമിനൽസിൻ്റെയും എത്ര ലെങ്ത് ഉള്ളത് വേണമെങ്കിലും വരാം. ഓക്കെ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. അപ്പോൾ ഇവിടെ നമ്മുടെ A എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് സ്മോൾ ലെറ്റേഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്, സ്മോൾ ലെറ്റേഴ്സ്. അതായത് ടെർമിനൽസ് നോൺ ടെർമിനൽസും കൂടി ഒരുമിച്ചാണ് വരിക. പ്രൊഡക്ഷൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ടെർമിനൽസും നോൺ ടെർമിനൽസും ഒരുമിച്ചാണ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന ഗ്രാമേഴ്സിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വേറൊരു പേരിലും പറയും, ടൈപ്പ് 1 ഗ്രാമർ എന്ന് പറയും. ടൈപ്പ് 1 ഗ്രാമർ. അപ്പോൾ ടൈപ്പ് 1 ഗ്രാമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻസിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ആൽഫയും ബീറ്റായും എന്താണ്, ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്നത് നോൺ ടെർമിനൽസും ടെർമിനൽസും മിക്സ് ചെയ്ത് വരുന്നതാണ് ആൽഫയും ബീറ്റായും എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ടെൻസ് ടു ബീറ്റ എന്നൊരു പ്രൊഡക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ആൽഫയുടെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ബീറ്റായുടെ ലെങ്തിനേക്കാൾ ചെറുതായിരിക്കും. അതായത് ഇവിടെ നമുക്ക് എനി നമ്പർ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ലെങ്ത് ഒരു 5 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 5ഓ 5ൽ കുറവോ ആയിരിക്കാം. സോറി, 5ൽ കുറവോ ആയിരിക്കും. മനസ്സിലാവും? അത് നമ്മളൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. അതായത് ഇപ്പോൾ A ടെൻസ് ടു AB A ഇങ്ങനെ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത് 4, ഇവിടുത്തെ ലെങ്ത് 2. സോ ബീറ്റയുടെ ലെങ്തിനേക്കാൾ കുറവോ ഈക്വലോ ആകാം ആൽഫയുടെ ലെങ്ത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും പ്രൊഡക്ഷൻസ് വരിക. അങ്ങനെ വരുന്ന ഗ്രാമറിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൽഫയുടെ സൈസ് എന്ന് പറയുന്നത് ബീറ്റയുടെ സൈസിനേക്കാൾ കുറവോ ഈക്വലൻറ്റോ ആവുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ വേറൊരു പേരിലും വിളിക്കും, നോൺ കോൺട്രാക്റ്റീവ് ഗ്രാമർ. ഓക്കെ, നോൺ കോൺട്രാക്റ്റീവ് ഗ്രാമർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് നോൺ കോൺട്രാക്റ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനേക്കാൾ കൂടുതലോ ഈക്വലോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ നോൺ കോൺട്രാക്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും നോൺ ടെർമിനൽസ് തന്നെയായിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് നോൺ ടെർമിനൽസോ വരാം. അതേസമയം ഇവിടെ കോണ്ടെക്സ്റ്റ് ഫ്രീയിലാണ്
ലെഫ്റ്റ് എപ്പോഴും എന്ത് വരുന്നത് നോൺ ടെർമിനൽസും, റൈറ്റ് ഹാൻഡ് സൈഡ് ടെർമിനൽസും നോൺ ടെർമിനൽസിൽ വരും. അതേസമയം കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിനകത്താണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് വരാം, നോൺ ടെർമിനൽസിൻ്റെയും ടെർമിനൽസിൻ്റെയും ഗ്രൂപ്പ് വരാം. ഓക്കെ, അപ്പോൾ അവിടെ ആ ലെങ്ത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. ലെഫ്റ്റിലെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, റൈറ്റിലെ ലെങ്തിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറസ്പോണ്ടിങ് CFG നേരത്തെ പറഞ്ഞ നമുക്ക് CFG എഴുതുവാണെങ്കിൽ A tends to AB എന്നാണ് എഴുതുന്നത്. ഇവിടെ ഒരു നോൺ ടെർമിനൽ ടെൻസ് ടു മേ ബി എ നോൺ ടെർമിനൽ ഓർ എ നോൺ ടെർമിനൽ ആൻഡ് ടെർമിനൽ, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇവിടെ നോൺ ടെർമിനലും ഇവിടെ നോൺ ടെർമിനലും അതിന് ടെർമിനൽസിൻ്റെയും യൂണിയൻ എത്ര വേണമെങ്കിലും വരുന്നതാണ് CFG. CSG ആണെങ്കിലോ ഇവിടെ നോൺ ടെർമിനലും യൂണിയൻ ടെർമിനലിൻ്റെ എത്രയും വരാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടും എന്ത് വരിക, നോൺ ടെർമിനൽസ് യൂണിയൻ ടെർമിനലിൻ്റെ എത്ര പ്രൊഡക്ഷൻസ് വേണമെങ്കിലും വരാം. അങ്ങനെ വരുന്നതിനെയാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ പറഞ്ഞപ്പോഴത്തേക്ക് A⁻n, B⁻n, C⁻n എന്ന് പറയുന്നത് ഈസ് നോട്ട് CFG എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. A⁻n, B⁻n, C⁻n എന്ന് പറയുന്നത് CFG ഗ്രാമർ അല്ല എന്നുള്ളത് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്ത് ഇത് CFG അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എന്ത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CSG, A⁻n, B⁻n, C⁻n എന്ന് പറയുന്നത് CSG ആണ്, അതേസമയം CFG അല്ല. അപ്പോൾ അത് നമ്മൾ കറസ്പോണ്ടിങ് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻസിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു CSGക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ നമ്മൾ A², B², C² എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കാമെന്ന് വിചാരിച്ചാൽ 2A, 2B, 2C. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രൊഡക്ഷൻ ഏതാണെന്നുള്ളത് ആദ്യം എഴുതുന്നു. S tends to A, B, C, A, B, C. എപ്പോഴും നമുക്ക് ഇവിടെ നോൺ ടെർമിനൽസ് മാത്രവും വരാം കേട്ടോ. നോൺ ടെർമിനൽസ് ആൻഡ് ടെർമിനൽസിൻ്റെ യൂണിയൻ എത്ര വേണമെങ്കിലും എന്നാണ് പറഞ്ഞത്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ടെർമിനൽസ് അല്ലെങ്കിൽ നോൺ ടെർമിനൽസ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ AB tends to BA, AC tends to BC, BB tends to BB, AB tends to AA bar, AAA. ഇതാണ് ഗ്രാമർ എന്ന് വിചാരിക്കുക. ഓക്കെ, S tends to ABC or A capital ABC, then AB tends to BA, then AC tends to BABCC, BB tends to BB, AB tends to AA or AAA. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ഗ്രാമർ വെച്ചിട്ട് A² B² C² ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഗ്രാമർ എന്ന് പറയുന്നത് CSG ആണ്. അപ്പോൾ CSG ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് A² B² C² ഈ ഒരു ഗ്രാമർ വെച്ചിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ അത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ S എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് സിമ്പലിൽ നിന്ന് തുടങ്ങും. അപ്പോൾ എസിൻ്റെ പ്രൊഡക്ഷൻ നോക്കിയാൽ ABC അല്ലെങ്കിൽ AABC എന്ന് പറയുന്നത്. നമ്മൾ AABC എടുക്കുന്നു എന്ന് വിചാരിക്കുക. AABC. ഓക്കെ, AABC എന്ന് പറയുന്നത് എടുത്തു. ദെൻ നമുക്കിത് ഇത് AB അല്ലേ, ഈ AB എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ഷനകത്ത് AB tends to BA എന്നുണ്ട്, തിരിച്ചെഴുതാമെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രൊഡക്ഷനെ നമ്മൾ ചേഞ്ച് ചെയ്ത് BA എന്നാക്കി. ഓക്കെ, BA. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ AC എന്ന് പറയുന്നത് BBCC എന്നാണെന്ന് പറഞ്ഞു. AC ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മളതിനെ എന്താക്കുന്നു, BBCC. ഓക്കെ, BBCC ആക്കി. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് BB tends to BB തന്നെ. ഈ BBയെ നമ്മൾ ചേഞ്ച് ചെയ്ത് എന്താക്കുന്നു, BB ആക്കി. ഓക്കെ, ഈ BBയെ ടെൻസ് ചെയ്ത് BB ആക്കി. ഇനി നോക്കിക്കഴിഞ്ഞാൽ ABയുടെ ഒരു പ്രൊഡക്ഷൻ പറഞ്ഞൂടെ, AB tends to AA അല്ലേ. അപ്പോൾ ഈ Aയും Bയും കൂടി ചേർത്ത് നമ്മൾ എഴുതി എന്താണ്, A
ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ട്രീയുടെ ലാസ്റ്റ് ലീഫുകളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2A 2B 2C. സോ ഈ പ്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? A² B² C² കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിനെ നമ്മൾ പിക്ചോറിക്കൽ ഒരു പാഴ്സ് ട്രീ മോഡലിൽ വരച്ചതാണിത്. ഇതേപോലെ നമുക്ക് പ്രൊഡക്ഷൻസിനകത്തും ഈ സെയിം തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ആദ്യത്തെ AB നമുക്ക് AB എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ AB എന്ന് വരുന്നതുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ AB എന്ന് പറയുന്നത് BAക്ക് തുല്യമാണ്, തിരിച്ചെഴുതുന്നതിന് തുല്യം. സോ നമ്മളതിനെ തിരിച്ചെഴുതി. അത് കഴിഞ്ഞിട്ട് AC എന്ന് പറയുന്നത് BBCCക്ക് തുല്യം. അപ്പോൾ AC ഇത് മൊത്തത്തിൽ എന്താണ്? BBCCക്ക് തുല്യമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് BB എന്ന് പറയുന്നത് BBക്ക് തുല്യമാണ്. അപ്പോൾ ഈ BBയെ നമ്മൾ എന്ത് ചെയ്തു? BBക്ക് തുല്യമാക്കി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് AB സ്മോൾ AB അതെന്ന് പറയുന്നത് AAക്ക് തുല്യമാണ്. സോ ഇതെല്ലാം എഴുതുമ്പോൾ നമുക്ക് ലീഫിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? ടെർമിനൽസ് ആണ്. അപ്പോൾ എല്ലാം ടെർമിനൽസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഈൽഡ് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? A² B² C² എന്ന് കിട്ടും. അപ്പോൾ നമ്മളവിടെ പ്രൊഡക്ഷൻസിൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? S ആയിരുന്നു എടുത്തത്. S ടെൻസ് ടു ABC ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ABയെ മാറ്റി ABC ആക്കി. ദെൻ ACയെ ചേഞ്ച് ചെയ്തു. ACയെ ചേഞ്ച് ചെയ്ത് എന്താക്കി? AB BBCC ആക്കി. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? BBയെ ചേഞ്ച് ചെയ്തു. BBയെ ചേഞ്ച് ചെയ്ത് ABBBCC അല്ലേ? ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? ഈ ABയെ ചേഞ്ച് ചെയ്തു. ABയെ ചേഞ്ച് ചെയ്ത് AA B ബാക്കി അതേപോലെ എഴുതി BBCC. ദാറ്റ് ഈസ് ഈക്വൽ ടു A² B² C². സോ നമുക്ക് ആൻസർ. അപ്പോൾ പ്രൊഡക്ഷൻ വഴി എഴുതിയാലും അതുപോലെ പാഴ്സ് ട്രീ വെച്ച് റെപ്രസെൻറ്റ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? A² B² C² എന്ന് പറയുന്നത് CSGയിൽ എലമെൻ്റാണ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. സോ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ വരാത്തത് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ അക്സെപ്റ്റ് ചെയ്യാത്ത A⁻n B⁻n C⁻n എന്ന് പറയുന്നത് ഏതിൽ അക്സെപ്റ്റ് ചെയ്യും? കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിൽ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിളിനകത്ത് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എന്താണ്? കറസ്പോണ്ടിങ് നമ്മുടെ ഗ്രാമറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്തുണ്ടാവാം? നോൺ ടെർമിനൽസിൻ്റെയും ടെർമിനൽസിൻ്റെയും ഗ്രൂപ്പ് ഉണ്ടാവാം. അപ്പോൾ ടെർമിനൽസ് ഗ്രൂപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ടെർമിനൽസ് മാത്രം വരാം, ചിലപ്പോൾ നോൺ ടെർമിനൽസ് മാത്രം വരാം, ചിലപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് വരാം. അങ്ങനെ വരികയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ലെങ്തിനേക്കാൾ കുറവോ ഈക്വലൻറ്റോ ആയിരിക്കാം. അങ്ങനെ വരുന്ന ഗ്രാമേഴ്സിനെയാണ് നമ്മൾ നോൺ കോൺട്രാക്റ്റീവ് ഗ്രാമർ അല്ലെങ്കിൽ ടൈപ്പ് 1 ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഗ്രാമറിന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്? CSG ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ CFGക്കകത്ത് പറഞ്ഞ A⁻n B⁻n C⁻n എന്ന് പറയുന്നത് CSGക്കകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളത് ഓക്കെ.